ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യൂണിക് കിഡ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കേക്കിൻ്റെ അതേ ടേസ്റ്റിൽ കേക്ക് ഇല്ലാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. കേക്കിനേക്കും അപാര ടേസ്റ്റാണ് ഇതിന്. നമുക്ക് കേക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് വീട്ടിലുള്ള 2-3 സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ ഗിവ് അവേയിൽ ആരെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതിൻ്റെ റൂൾസ് എന്തൊക്കെയാണെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പഞ്ചസാര. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നത്. ഇനി വേറെ പഞ്ചസാരയുടെ ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് ഒന്ന് കാരമലൈസ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫ്ലെയിം വളരെ കുറച്ചിട്ടിട്ട് അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളവും കൂടെ ചേർത്തിട്ട്, പച്ചവെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് കാരമൽ ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാരമലൈസ് ചെയ്തെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കാരമലൈസ് ആവാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇത് നന്നായിട്ട് കാരമലായി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് ഒരു 1/4 ഭാഗം നമുക്ക് കുറച്ചൊരു പ്രലൈൻ പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള ബദാമും അതേപോലെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ, ഒരുപാടൊന്നും എടുത്തിട്ടില്ല. അതിലോട്ട് ഈ ഒരു കാരമൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ബാക്കിയുള്ളതിലാണ് നമുക്കിതിൻ്റെ സോസ് ഉണ്ടാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ രണ്ടും കൂടെ ഒരൊറ്റ ഇതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്കതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് സോസ് ഒഴിച്ചിട്ട് ഇതേപോലെ ബട്ടർ പേപ്പറിൽ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതൊരു 5-6 മിനിറ്റ് കൊണ്ട് സെറ്റ് ആവും. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാരമൽ സോസ് പോലെ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ബാക്കിയുള്ള കാരമൽ സോസിലോട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ ഞാൻ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ താഴെ ഒന്ന് കമൻസിൽ പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരണം. മെൽറ്റായിട്ട് വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് 1/2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, പാല് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഞാനിതിലോട്ട് ഒരു 1/2 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തണുത്തിട്ടുള്ള പാലാണ്, അതായത് പാക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ള തണുത്തിട്ടുള്ള പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇളക്കുന്ന സമയത്ത് ഇതേപോലെ ബബിൾസ് ഒക്കെ വരും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുമ്പോഴേക്കും റെഡി ആയിട്ട് വരും. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ബാക്കി എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതായത് പാല് മുഴുവൻ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം പെട്ടെന്ന് അങ്ങ് ഓഫ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ആ കാരമൽ കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ ഞാനിതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നും ഇല്ലാണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കിയിട്ട് ആ ഒരു കാരമൽ മുഴുവൻ പാലിലോട്ട് മിക്സ് ചെയ്തിട്ട് നല്ലൊരു തിക്കായിട്ടുള്ള കാരമൽ സോസ് നമുക്ക് കിട്ടും. അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു സോസായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തിക്കിൽ തന്നെ നമുക്ക് കിട്ടും, വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും ഒന്നും ചേർക്കാണ്ട് തന്നെ. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ബൗളൊന്നും ഇല്ല എന്നല്ലേ പ്രശ്നമില്ല, നിങ്ങൾക്ക് സാധാരണ ഒരു പ്ലേറ്റിൽ സെറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ അതിലോട്ട് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള ഇതേപോലുള്ള ബ്രെഡ് വെച്ചിട്ട് ഒന്ന് ലെയർ ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഒന്ന് ലെയർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കാരമൽ സോസ് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ശരിക്കും ആ ഒരു കാരമൽ സോസിൽ ബ്രെഡ് നന്നായിട്ട് സോക്ക് ചെയ്തിരിക്കണം. അത്രയും രീതിയിൽ നന്നായിട്ടൊന്ന് ഈ ഒരു സോസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ 2 ലെയർ ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഇത് കവർ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ ആദ്യം ഒന്ന് നന്നായിട്ട് ഇതിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം വേറൊരു ലെയറും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗവും നന്നായിട്ട് ഈ ഒരു സോസിൽ ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ലെയർ ബ്രെഡും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് കേട്ടോ എടുത്തേക്കുന്നത്. പൗഡർ വെച്ചിട്ട് ഇതേപോലെ ക്രീം ഉണ്ടാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം പൗഡർ എങ്ങനെ സ്റ്റിഫാക്കി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ഞാൻ നാളെ തന്നെ ഇടുന്നുണ്ട്. നല്ല സ്റ്റിഫായിട്ടിരിക്കും, ഇതേപോലെ നല്ല സ്റ്റിഫായിട്ടിരിക്കും. ഇത് വെച്ചിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ക്രീമൊന്നും ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ സിമ്പിളായിട്ട് കുറച്ച് ക്രീം വെച്ചിട്ടൊന്ന് ലെയർ ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഡിസൈനൊക്കെ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു പ്രലൈന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. അതിന് മുകളിലൊന്ന് വിതറി കൊടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ ആ ഒരു പൗഡർ അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയ്യിൽ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇതേപോലെ അതിൻ്റെ മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാനുള്ള പണി. നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സമയം വേണ്ട, ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഡെസേർട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കേക്ക് ഉണ്ടാക്കുന്ന അത്ര സമയവും അതിൻ്റെ അത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വീട്ടിലെപ്പോഴുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇതൊക്കെ വെച്ചിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.